ഒന്നും വളഞ്ഞിട്ടില്ലല്ലോ. ആ സുണകനായോണ്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നത്. മറിച്ച് ആ മുരുകനായിരുന്നെങ്കിൽ ആ തെങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. എവിടെയാ തിരൂരങ്ങാടിയിൽ അങ്ങനെ പൂരം നടക്കണ്ടേച്ചോന്ന് അറിയാൻ വേണം. ഇവിടെ എവിടെ പൂരം നടക്കണ്ടേ അറിയില്ലേ? ആ ചിന്റെ ചങ്ങായി അപ്പുണ്ണി പറഞ്ഞുതരൂ. അപ്പുണ്ണിയേ ഒരു കാര്യം നോക്കാണ്ട്. അതിനൊരു കാര്യം ചെയ്യാം. ആദ്യം ഇന്നൊന്നും അങ്ങോട്ട് ഇറക്കാം. എങ്ങനെ ഇതിന്റെ മോൾക്ക് കയറിയത്? അമ്മേ എന്തിനാ താപ്പ് ഇങ്ങോട്ട് എഴുന്നല്ലേ? തിരൂര് എവിടെയോ ഒരു പൂരം നടക്കുന്നുണ്ട്. അത് എവിടെയോ നോക്കിയാണ് പറഞ്ഞ. ഏതപ്പോ ഞാനറിയാത്ത തിരൂരത്തൊരു പൂരം? താൻ കേട്ടത് ചിലപ്പോ തൃശ്ശൂർ പൂരായിരിക്കും. അത് വളഞ്ഞിട്ടില്ല. തൃശ്ശൂർ പൂരല്ല, തിരൂരെ പൂരം നടക്കുന്നുണ്ട്. തിരുപ്പൂരാണ്. ആ കൊലയിൽ ഒന്നും വളഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചാണല്ലോ. തിരൂര് ടൗണിലേന്ന് മനസ്സിലായി. നമ്മൾ ആ മയൂരിക്കാര് 4ാമത്തെ ആനിവേഴ്സറി നടത്തുന്നുണ്ട്. ആ ഓഫറിന്റെ പേരാണ് തിരൂർ പൂരം. താൻ ആ പൂരത്തിന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ തനിക്കല്ല തന്റെ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ. ഞാൻ പറഞ്ഞോളാം ഫർണിച്ചർ. ആ മിച്ചർ അത് പോയി എടുത്തോളൂ മയൂരിന്ന്. പൈസ ഇല്ലാത്തോണ്ടാണ് മയൂരിക്ക് പോവാനേ. ഞാനിപ്പോ എന്റെ ഈ ഇളനീ കച്ചവടത്തിൽ കൂടിയാലോ എന്നുള്ള ചിന്തയിലാ വന്നേക്കുന്നത്. നടക്കില്ല. അവിടെ വെട്ടുകത്തി തന്നെ ഒഴിവില്ല. നടക്കുക അങ്ങനല്ലേ? അത് നടക്കില്ല. ഞാൻ തന്നെ ആ മയൂരില് മഞ്ചട്ടി മുതല് ഇന്തോനേഷ്യന്റെ സോഫ വരെ വായ്പായിട്ട് കൊടുക്കുന്നുണ്ട്. ആ പരിപാടിന്റെ പേരെന്നെ വായ്പമേളാണ്. അപ്പൊ പൈസ വേണ്ടേ? ഒരു ആവശ്യമില്ല. പോവാ. ഇന്നൊരു കാര്യണ്ട്. ഇതിന്റെ ചങ്ങായി അല്ലേ? ആണല്ലോ. അതെ. അങ്ങനെയാണ് ഈ തിരൂര് മയൂരിക്ക് ഇജ്ജും പോരണം. അതൊക്കെറിയാം. പണ്ടാറങ്ങാൻ ലാസ്റ്റ് എന്നെ തന്നെ താൻ കൊണ്ടുപോവുള്ളൂ എന്ന് എനിക്കറിയാം. തന്റെ കൂടൊക്കെ പിന്നെ ആരോ വരിക. അതാണ്.